ശ്രീ എ സമ്പത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കെട്ടിടമാണ്, അതൊരു പള്ളിയുമാണ്, അതൊരു ചരിത്ര പ്രാധാന്യമുള്ള ഇന്ത്യയിലെ മുഗൾ ആർക്കിടെക്ചറിൻ്റെ മുഗൾ കാലത്തെ ആദ്യത്തെ നിർമ്മിതി എന്ന പ്രാധാന്യമുള്ള പള്ളിയാണ് ജമാ മസ്ജിദ് സംഭൽ. 1526 രൂപം കൊണ്ട ആ പള്ളിയിൽ ഇപ്പോൾ സർവേ നടത്തുകയാണ്. 2 റൗണ്ട് സർവേ നടന്നപ്പോഴാണ് ഈ പ്രക്ഷോഭവും വെടിവയ്പ്പും ഒക്കെ ഉണ്ടായത്. അജ്മീർ ദർഗ ഇന്ത്യയിലെ സൂഫി പാരമ്പര്യത്തിൻ്റെ മകുടോദാഹരണം എന്ന് പറയാവുന്ന ഒരു മോണമെൻ്റാണ്. ഇത്തരം ആരാധനാലയങ്ങളെ പോലും അല്ലെങ്കിൽ ഇത്തരം കെട്ടിടങ്ങളെ പോലും പിടിച്ചടക്കാൻ ശ്രമിക്കുകയും പ്രക്ഷോഭങ്ങൾക്ക് കാരണമാവുകയും അത് രാജ്യത്തെ ഭിന്നിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന അതിഭീഷണമായ ഒരു സാഹചര്യത്തിൽ താങ്കളൊരു അഭിഭാഷകനും നിയമജ്ഞനുമാണ്. ഇന്ത്യയിലെ കോടതികൾ എടുക്കുന്നത് ശരിയായ നിലപാടാണെന്ന് തോന്നുന്നുണ്ടോ? അഭിലാഷേ, വളരെ ആദരണീയനായ വ്യക്തിയാണ് KVS ചേട്ടൻ. എൻ്റെ അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തന പരിചയവും മറ്റു കാര്യങ്ങളും ഒക്കെ ഞാനത് ബഹുമാനത്തോടു കൂടി തന്നെ പറയട്ടെ. അദ്ദേഹം തന്നെ പറഞ്ഞത് ഒരു വാചകം ഉപയോഗിച്ചല്ലോ, കാശി മധുര ബാക്കി ഹേ അല്ലേ? മുദ്രാവാക്യം മുഴുവനും എന്നെക്കൊണ്ട് വിളിപ്പിക്കണോ? അന്ന് ഈ മുദ്രാവാക്യം അദ്ദേഹത്തിൻ്റെ നേതാക്കൾ പ്രവർത്തകരെ കൊണ്ട് വിളിപ്പിക്കുന്ന കാലത്ത് CPIM ഉൾപ്പെടെയുള്ള പാർട്ടികൾ പറഞ്ഞു, ഈ രാജ്യത്ത് RSS BJPയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നത് ഇതാണ് എന്ന. എത്ര കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായി എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയില്ല. ഈ തർക്കം നിലനിൽക്കുന്ന സ്ഥലത്ത് ശിലാന്യാസം നടത്താനായി അനുവദിക്കപ്പെട്ട ഒരു കാലം ഓർമ്മയുണ്ടോ അഭിലാഷേ? അഭിലാഷിൻ്റെ എല്ലാം വളരെ ചെറുപ്പകാലത്ത് ഓർമ്മയുണ്ടോ? ഈ 1991 ഈ പ്ലേസസ് ഓഫ് വർഷിപ്പ് (= സ്പെഷ്യൽ പ്രൊവിഷൻസ് ആക്ട് എന്നുള്ളതാണല്ലോ ചർച്ച. ഈ ആക്ട് വക്കീലന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇറ്റ് പ്രൊഹിബിറ്റ്സ് ചേഞ്ചിങ് ദ ക്യാരക്ടർ ഓഫ് റിലീജിയസ് പ്ലേസസ് ഫ്രം ഹൗ ദേ എക്സിസ്റ്റഡ് ഓൺ August 15, 1947. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ അത്തരത്തിൽ ആരാധനാലയങ്ങളുടേതായ സ്വഭാവവും അവരുടേതായിട്ടുള്ള എന്താണോ ആ അവസ്ഥ അത് മാറ്റുന്നതിനെ നിരോധിക്കുകയാണ്. ഇനി ഇപ്പറഞ്ഞ ഈ സ്പെഷ്യൽ പ്രൊവിഷൻസ് ആക്ട് ഇങ്ങനെ കൊണ്ടുവന്നല്ലോ, അതിലെ സെക്ഷനുകൾ എന്താണ്? ഞാനത് അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. നാട്ടുകാരറിയണമല്ലോ. അതിൻ്റെ സെക്ഷൻ 1 ഷോർട്ട് ടൈറ്റിലും എക്സ്റ്റൻറ്റും മറ്റു കാര്യങ്ങളാണ് പറയുന്നത്. സെക്ഷൻ 2 അതിൻ്റെ നിർവചനങ്ങളാണ് പറയുന്നത്. സെക്ഷൻ 3 പറയുന്നത് ബാർ ഓഫ് കൺവേർഷൻ ഓഫ് പ്ലേസസ് ഓഫ് വർഷിപ്പാണ് പറയുന്നത്. ആരാധനാലയങ്ങളുടെ അതിൻ്റെ സ്വഭാവത്തെ അത് മാറ്റുന്നതിന്. 4ാമത്തെ സെക്ഷൻ 4 ഡിക്ലറേഷൻ ആസ് ടു ദ റിലീജിയസ് ക്യാരക്ടർ ഓഫ് സർട്ടൺ പ്ലേസസ് ഓഫ് വർഷിപ്പ് ആൻഡ് ബാർ ഓഫ് ജൂറിസ്ഡിക്ഷൻ ഓഫ് കോർട്സ് എറ്റ്സെട്ര. കോടതികൾക്ക് ഇടപെടാനുള്ള അധികാരത്തെ ഇവിടെ തടയുകയാണ്, നിരോധിക്കപ്പെട്ടിരിക്കുകയാണ്. സെക്ഷൻ 5 ഒരു കാര്യം, ദിസ് ആക്ട് ഡസ് നോട്ട് അപ്ലൈ ടു റാം ജന്മഭൂമി, ബാബറി മസ്ജിദ്, അങ്ങനെ തന്നെയാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. സെക്ഷൻ 6 പണിഷ്മെൻറ്റ് ഫോർ കോൺട്രാവെൻഷൻ ഓഫ് സെക്ഷൻ 3, ഞാൻ ഈ നേരത്തെ പറഞ്ഞത്. സെക്ഷൻ 7 ആക്ട് ടു ഓവർ റൈഡ് അതർ എനാക്ട്മെൻറ്റ്സ്. ഇത് മുഴുവൻ ഇപ്പോൾ വായിച്ചിപ്പോൾ പഠിപ്പിക്കാനായിട്ട് ഞാൻ ഇരിക്കുന്നില്ല. ഇവിടെ ശ്രീ KVS ചേട്ടൻ പറഞ്ഞു, ഹജാസ് ചേട്ടൻ പറഞ്ഞൊരു കാര്യം, കോടതികൾ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ബാബറി മസ്ജിദ് അത് തകർക്കപ്പെട്ടല്ലോ. ശരി, തർക്കമന്ദിരമെന്നാണ് അവർ പറയുന്നതെങ്കിൽ തകർക്കപ്പെട്ടല്ലോ. ഇതിൻ്റെ കേസ് നടന്നല്ലോ. ആ കേസ് ഇങ്ങനെ പതിറ്റാണ്ടുകൾ നീണ്ടുപോകുന്ന നിലയിലേക്ക് പോയില്ലേ? ആ കേസിൻ്റെ വിധി വന്നത് എപ്പോഴാണ് അഭിലാഷേ? ഏതാനും വർഷങ്ങളേ ആയിട്ടുള്ളൂ. ഒരുപാടൊന്നും പുറകോട്ടൊന്നും പോകണ്ട. എപ്പോഴാണ് വിധി വന്നത്? കോടതി എന്താ പറഞ്ഞത്? അവിടെ അങ്ങനെ മന്ദിരമുണ്ടായിരുന്നു, ഒരു മന്ദിരമുണ്ടായിരുന്നു. തർക്കം, ശരി, അത് നമ്മുടെ ഭാഷയിൽ തർക്കമായിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യത്തിൽ. 2, ആ മന്ദിരം തകർക്കപ്പെട്ടു. തർക്കം എങ്ങനെ? ആ മന്ദിരം ഉണ്ടെങ്കിലല്ലേ തകർക്കപ്പെടുകയുള്ളൂ. മന്ദിരം ഉണ്ടായിരുന്നു, തകർക്കപ്പെട്ടു. ആ മന്ദിരം തകർത്തത് ഗൂഢാലോചന നടത്തിക്കൊണ്ടും നിയമവിരുദ്ധമായി സംഘം ചേർന്നുകൊണ്ടും അങ്ങനെ ആയുധങ്ങളുമായിട്ട് സംഘം ചേർന്നുകൊണ്ടുമാണ്. അങ്ങനെ നടത്തിയിട്ടുള്ളത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ്. ഇതെല്ലാം തന്നെ അന്ന് നിലവിലുള്ള ഇന്ത്യൻ പീനൽ കോഡിൻ്റെ അതെല്ലാം ലംഘനമാണ്. ഇപ്പോൾ ഉള്ള പുതിയ ശിക്ഷാ നിയമങ്ങളിലെ ലംഘനമാണ്. അതിന് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് കൊടുക്കട്ടെ. അങ്ങനെയാണെങ്കിലോ അങ്ങനെ ജനങ്ങളെ ഇളക്കി വിട്ടവരെയും അതിന് ആസൂത്രണം ചെയ്തവരെയും ഗൂഢാലോചന നടത്തിയവരെയും ഇവരെയെല്ലാം ശിക്ഷിക്കണമല്ലോ. ആരെ ശിക്ഷിച്ചു കോടതി? അതിന് ചില കോൺഗ്രസ് നേതാക്കളടക്കം ചർച്ചയിൽ വന്നിരുന്ന ഞാൻ പങ്കെടുത്തതിൽ പറഞ്ഞു, അറ്റ് ദ ഫാഗ് എൻഡ് ഓഫ് ദ ലൈഫ്, ഇനി എന്തിനാണ് ഇവരെല്ലാം ശിക്ഷിക്കുന്നത് എന്നുള്ളത്. ഇതെല്ലാം ഇത്തരത്തിലുണ്ടായ സംഭവങ്ങൾ, അത് തടയേണ്ടവർ തടഞ്ഞില്ല, ചെറുക്കേണ്ടവർ ചെറുത്തില്ല. ഞാൻ നിർത്തുന്നതിന് ഒറ്റ കാര്യം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യനെ ഓർത്തു. കുറച്ചുനാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന VP സിംഗിനെയാണ് ഈ രാജ്യം ഓർത്തത്.
VP സിംഗിനെ ഓർക്കുമ്പോൾ ലല്ലു പ്രസാദ് യാദവിനെ എന്തുകൊണ്ടാണ് BJP-ക്കാർ വെറുക്കുന്നത്, RSS-കാർ വല്ലാതെ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത് എന്നുള്ളതും അറിയാമല്ലോ. അങ്ങോട്ടേക്ക് ആ രഥയാത്ര നടത്തുമ്പോൾ LK അദ്വാനി, അദ്ദേഹത്തിനോട് എനിക്ക് വളരെ ബഹുമാനമുണ്ട്. ഞാനുണ്ടായിരുന്ന പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അദ്ദേഹം ഏറ്റവും മുതിർന്ന അംഗവുമായിരുന്നു. അന്ന് വെങ്കയ്യ നായിഡുവായിരുന്നു ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ആഭ്യന്തര സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനുമായിരുന്നത്. ആ LK അദ്വാനി അടക്കമുള്ളവരെ സൂര്യോദയത്തിന് മുമ്പ് അറസ്റ്റ് ചെയ്ത് എല്ലാവരെയും ജയിലിലടച്ചു. അതുകൊണ്ട് രാജ്യം രക്ഷപ്പെട്ടു. ഇന്നിപ്പോൾ ഇവിടെ പറയുന്ന ഈ വാദമുഖങ്ങളുണ്ടല്ലോ, ASI അത്തരത്തിൽ പറഞ്ഞു വന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ കൊണ്ടല്ല, ഈ രാഷ്ട്രത്തിൻ്റെ നമ്മുടെ ലോക്സഭയുടെ സ്പീക്കറെ കൊണ്ടും, ഇനി ഇപ്പുറത്ത് രാജ്യസഭയുടെ ചെയർമാനായിട്ടുള്ളത് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റാണ് ദീപക് ധൻഖർ. സഭയ്ക്കകത്ത് പറയാനുള്ളത്, സഭയിൽ ആരെങ്കിലും പ്രസംഗിച്ചാൽ സഭയ്ക്ക് പുറത്തുപോയി അത്തരത്തിൽ പൊതുയോഗങ്ങളിൽ പറയുകയും ചെയ്യുന്ന നിലയിലേക്ക് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ എത്തപ്പെട്ടിട്ടുള്ള ഒരു കാലത്താണ് ജീവിക്കുന്നത്. ഇവിടെ ജനങ്ങളെ വംശീയമായി ഭിന്നിക്കുന്നുവെങ്കിൽ, ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, ഹരിദാസ് ചേട്ടൻ്റെ മുമ്പിലുള്ള രാമനല്ല മഹാത്മാഗാന്ധിയുടെ മുമ്പിലുള്ള രാമൻ. അതുകൊണ്ടാണ് 3 വെടിയുണ്ടകൾ അത്തരത്തിൽ അദ്ദേഹത്തെ പായിച്ചതും കൊലപ്പെടുത്തിയതും ഈ രാഷ്ട്രത്തിൻ്റെ മതനിരപേക്ഷത ആദ്യത്തെ രക്തസാക്ഷിയായതും. അത് തന്നെ ഇത്തരത്തിൽ ഈ രാമനെ തന്നെ ഇങ്ങനെയെല്ലാം പറയുമ്പോൾ, ആ രാമൻ മര്യാദ രാമൻ, ആ രാവണിൽ റീമുമുണ്ട് എന്ന് മഹാത്മജി പറഞ്ഞത്, അവിടെ ഗാന്ധിജിയെ വെടിവെച്ച് കൊലപ്പെടുത്തിക്കൊണ്ട് ഇനി അതിന് ന്യായീകരണം കണ്ടെത്തുന്ന ഗവർണർമാർ ഉള്ളപ്പോഴാണ് നമ്മൾ മാതൃഭൂമി TV-യിൽ